എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാരിറ്റിക്ക് സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് മെയ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് King of Cups, Knight of Cups, Five of Cups, Emperor, Queen of Cups, Judgment energy. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ആദ്യം തന്നെ കിങ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല അതായത് മാനസികമായിട്ട് കുറച്ച് സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഒരു മാസം നിങ്ങൾക്ക് അതിൽ നിന്നൊരു മാറ്റം, ഒരു വിടുതല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും ആ ഒരു മാനസിക ആഘാതവും സംഘർഷത്തിന്റെ കുറച്ച് നമ്മൾ പറയില്ലേ, പൂർണ്ണമായിട്ടും അത് മാറിയിട്ടില്ല എന്നുള്ളത് ആ ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഹനുമാൻ സ്വാമിയെ കൂടുതലായിട്ട് ആ ദിവസം നമ്മൾ പറയുന്നത് ഹനുമാൻ ചാലീസ വായിക്കുകയോ അല്ലെങ്കിൽ ഹനുമൽ മന്ത്രങ്ങൾ എന്തെങ്കിലും ഉച്ചരിക്കുകയോ ചെയ്യാം. ഹനുമാന്റെ ക്ഷേത്രത്തിൽ പോവുകയും ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇനി മറ്റു മതത്തിൽപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേക്രൽ ചക്ര ബാലൻസ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യുക. അതിന്റെ വീഡിയോ സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഓറഞ്ച് കളർ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കുക. ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ, ഒരു സങ്കടത്തിൽ നിന്ന് പുറത്തേക്ക് വരാ എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു മാസം പൊതുവെ ഈ സംഘർഷത്തിൽ നിന്നൊക്കെ ഒഴിവാകുന്ന മാറ്റമാണ്. എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ ചില കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഘർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളുടെ ഓർമ്മയിൽ നിൽക്കുന്നത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളെ പോലും നമ്മൾ പെരുപ്പിച്ച് ചിന്തിക്കാനും അല്ലെങ്കിൽ കൊച്ചു സങ്കടങ്ങളെ പോലും നമ്മൾ വലുതായി ചിന്തിക്കാനും ഒക്കെ തോന്നും, നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നും. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി നിർത്തിയ സന്തോഷത്തെ കൂടുതൽ നമ്മളിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ എനർജിയിൽ പൊതുവെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് വളരെയധികം സഹാനുഭൂതിയും സ്നേഹവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് ഉള്ള നിങ്ങളുടെ സഹകരണവും മറ്റുമൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളോടൊരു പ്രത്യേകമായിട്ടുള്ളൊരു മമതയും സ്നേഹവും ഒക്കെ കാണുന്നുണ്ട്. കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കുടുംബാന്തരീക്ഷത്തിൽ കുറച്ച് പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ അടുത്തിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും അതിലും ഈ ഒരു എനർജി കാണിക്കുന്നത് ഇടയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോവും. പിന്നെ ഒരു ദിവസം ഭയങ്കരമായിട്ടുള്ളൊരു വഴക്കുണ്ടാവുന്നുണ്ടാവാം. പക്ഷെ പിന്നെയും കുറച്ച് ദിവസത്തേക്ക് സമാധാനം എന്നുള്ള രീതിയിലാണ് ഈ ഒരു മാസം പൊതുവെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സ്ഥിരതയില്ലായ്മ ഉണ്ട്. അപ്പൊ ആ ഒരു സ്ഥിരതയില്ലായ്മ ഉള്ളത് കൊണ്ട് തന്നെ നല്ലതായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ പൂർണ്ണമായിട്ടും പഴയ കാര്യങ്ങൾ ആലോചിക്കാതെ സന്തോഷമായിട്ട് ഇരിക്കുക. ഭാവിയോ ഭൂതമോ ആലോചിക്കാതെ പ്രസന്റിൽ ജീവിക്കാം. അതേസമയം തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സിറ്റുവേഷനെ മറികടക്കാനായിട്ട് കുറച്ച് ഇപ്പോൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ മനസ്സിൽ ധ്യാനിക്കുക. എപ്പോഴും മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഇതിനെ മറികടക്കാനായിട്ട് സാധിക്കും. അതായത് വഴക്കുണ്ടാകുന്നില്ല എന്നുള്ളതല്ല, ആ ഒരു വഴക്ക് വലിയ രീതിയിലേക്ക് പോകാതെ നിങ്ങൾക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ച്, എല്ലാവരിലും അല്ല, വിവാഹമോ വിവാഹ നിശ്ചയം പോലുള്ള കാര്യങ്ങൾ ഒരു തടസ്സം കാണിക്കുന്നുണ്ട്. അപ്പോൾ തടസ്സം എന്ന് പറയുമ്പോൾ അത് മുടങ്ങി പോകുന്ന രീതിയിലായിരിക്കില്ല, അത് ചിലപ്പോൾ ഒന്ന് മുന്നോട്ടേക്ക് തള്ളിപ്പോകുന്നുണ്ടാവാം. പോസ്റ്റ്പോൺ ആകുന്നതിനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുക. അത് മുടങ്ങി പോകാനുള്ള സാഹചര്യം കുറവാണ്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട്.
ഈ ഒരു മാസത്തിൽ വിവാഹ നിശ്ചയം മറ്റൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാവരിലും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു എനർജി വ്യത്യാസമായിരിക്കും ഓരോ വ്യക്തിക്കും. ഈ ഒരു ഇത് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്, നമ്മൾ അതിന്റെ ബേസിസിലാണ് പറയുന്നത്. അതേപോലെ തന്നെ എംബ്രർ എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട്. നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഉയർച്ച ഉണ്ടാകുന്ന സമയം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണെന്നുള്ളത് കാണിക്കുന്നു. അപ്പോൾ ജോലിയിൽ ഹയർ പൊസിഷനിലേക്ക് എത്തുക, ശമ്പള വർധനവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ സംഭവ്യമാകുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതേപോലെ എംബ്രർ എനർജിയാണ്. സോ എംബ്രർ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഒത്തിരി ഉയരത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളത്. ബിഗർ ദാൻ ലൈഫ് ഇറ്റ് സെൽഫ് എനർജിയാണ്. അതായത് വളരെ വലിയൊരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളത്. നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജാതകത്തിൽ രാജയോഗം മറ്റുമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന്റെ ഒരു ഫലം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അനുഭവിക്കാം. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് ഈ ഒരു മാസത്തിൽ. സാമ്പത്തികമായിട്ട് നിങ്ങളൊരു പൊസിഷനിൽ നിൽക്കുന്ന, നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ കാണിക്കുന്നുണ്ട്. മാപ്പ് കാണിക്കുന്നുണ്ട്. മാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ യാത്രകളാണ്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാധ്യതകളുണ്ട്. വിദേശത്തേക്ക് യാത്ര പോകാൻ പറ്റുന്നുണ്ട്. അതേപോലെ മറ്റ് രാജ്യങ്ങൾ കാണാൻ പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളാവാം ചിലപ്പോൾ. മറ്റു രാജ്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവരാണെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അതേ സ്ഥലത്ത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക്, എന്തായാലും യാത്രയും ഒത്തിരി ആ ഒരു ഇതിന്റെ സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. യാത്രയുടേതായിട്ടുള്ള ഒരു സന്തോഷവും ഈ ഒരു മാസത്തിൽ കാണുന്നുണ്ട്. ചില ആളുകൾക്ക് ഹണിമൂൺ ട്രിപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ച് അടുത്തിടയ്ക്ക് വിവാഹം കഴിഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഹണിമൂണൊന്നും പോകാൻ പറ്റാത്തവരാണെങ്കിൽ ഇപ്പോഴാണ് അതിന് സമയമായിട്ടിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു യാത്ര എന്നുള്ള ഒരു സുന്ദരമായിട്ടുള്ള യാത്ര ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ പ്രണയ സാക്ഷാത്കാരമൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു പ്രപ്പോസൽ വരുന്നുണ്ട്, ഒരാൾ നിങ്ങളുടെ പ്രണയാഭ്യർത്ഥന നടത്തുന്നു. അതോടൊപ്പം തന്നെ പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ ഒരു വീട്ടിലറിഞ്ഞിട്ട് പ്രശ്നം എന്നുള്ള രീതിയിലുള്ള ഒരു വീട്ടിൽ സമ്മതത്തോടു കൂടിയിട്ട് മുന്നോട്ടേക്ക് എങ്ങനെയാണെന്ന് പിന്നീട് തീരുമാനിക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ, അതായത് ഒരു ഉറപ്പ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ പ്രണയിക്കുന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെ ഒരു നല്ല ശുഭസൂചകമായിട്ടുള്ള ഒരു കാര്യമാണ്. വർഷങ്ങളായിട്ട് പ്രണയത്തിലായിട്ടുള്ളവരൊക്കെ ഈ ഒരു മാസമാണ് അതിന്റെ ഒരു പരിപൂർണതയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യം എന്ന് സൂചിപ്പിക്കുന്നു. അതേപോലെ ജഡ്ജ്മെന്റ് എനർജിയാണ്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. പക്ഷെ കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളൊരു രീതിയിൽ തീരുമാനമാകാത്ത കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നുണ്ട്. അതേപോലെ കോർട്ട് കേസ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫേവറിൽ, അതായത് നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ, നിങ്ങളുടെ കർമ്മം നല്ലതാണെങ്കിൽ അതിനുള്ള നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്വത്ത് തർക്കം, വഴി തർക്കം, വീട് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്ന് എപ്പോഴും തടസ്സങ്ങളാണ്. കേസ് എങ്ങും, അതായത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, എങ്ങും അത് ഒരു തരത്തിലും ഒത്തുതീർപ്പാകുന്നില്ല എങ്കിൽ ഇപ്പോൾ അത് ശരിയാവുന്നുണ്ട്. ചില ആളുകൾക്ക് ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റ് കാണിക്കുന്നുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കേസ് നിങ്ങൾ ജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ ചില ആളുകൾ എന്തോ ഒരു പ്രശ്നം, നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി കുറച്ച് അതായത് അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോലീസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തി, അധികാര സ്ഥാനത്ത് സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ കുറച്ച് നാളുകളായിട്ട് ഉപദ്രവിക്കുന്ന, അതായത് നിങ്ങൾക്ക് എന്തോ ചെയ്ത് കിട്ടാനുണ്ട്, പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളെ ഇങ്ങനെ നടത്തിച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിൽ നീക്കുപോക്ക് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു വ്യക്തി, ആ പറയുന്ന വ്യക്തി ഒരു പക്ഷെ ട്രാൻസ്ഫർ ആയി പോകുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ ആ ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം സാധ്യമാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ കുട്ടികളുടെ അഡ്മിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രശ്നങ്ങളുള്ളവർക്ക് അതൊക്കെ പെട്ടെന്ന് ശരിയാവുന്നു എന്നുള്ളത് കൂടിയിട്ട് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.